തെങ്കാശിയിലേക്ക് അരുൺ രാജ് തത്സമയ വിവരങ്ങളുമായി. അരുൺ രാജ്, അവിടെ നിന്നുള്ള വിവരങ്ങൾ എങ്ങനെയാണ്? അനുജ, നേരത്തെ ശ്രീനാഥ് സൂചിപ്പിച്ചതിന് സമാനം തന്നെയാണ്. കാരണം തമിഴ്നാട്ടിലെ ഒരിടത്തും, അതായത് ഈ തമിഴ്നാട് തെങ്കാശി, അതുപോലെ തന്നെ പല ഭാഗങ്ങളിലടക്കം ഈ തെങ്കാശിയുടെ ഒരു മേഖലയിൽ പോലും ഫ്ലെക്സ് ബോർഡുകളോ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട വലിയ കൊട്ടിക്കലാശങ്ങളോ ഒന്നും തന്നെ നമ്മുടെ കേരളത്തിന് സമാനമായി കാണാനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിൽ ഏറ്റവും പ്രധാനം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കർശനമായ നിർദ്ദേശവും മോണിറ്ററിംഗും ഇക്കാര്യത്തിൽ നടക്കുന്നുണ്ട്. പക്ഷേ അവസാന ഘട്ടത്തിലും ഓരോ വോട്ടർമാരെ നേരിൽ കണ്ടുകൊണ്ട് വോട്ട് അഭ്യർത്ഥിക്കാനുള്ള തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. അതിന് പ്രത്യേക സ്ക്വാഡ് വർക്കുകളടക്കം ക്രമീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ വോട്ടർമാർ എല്ലാം പല രീതിയിൽ പല മാർഗങ്ങളിൽ ചിന്തിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ അവസാന ഘട്ടത്തിൽ പല വോട്ടർമാരോടും സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഇതുവരെ വോട്ട് ചെയ്യുന്ന ആർക്കാണ് എന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല. പക്ഷേ തങ്ങൾക്ക് എന്തിന് വോട്ട് ചെയ്യണമെന്ന ചോദ്യമാണ് ഓരോരുത്തർക്കും ചോദിക്കാനുള്ളത്. കാരണം പലരും പറയുന്ന കാര്യം കർഷകർക്ക് യാതൊരു തരത്തിലുള്ള ഗുണവും ഒരു തലത്തിലും ഉണ്ടാകുന്നില്ല. സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തുനിന്നോ കേന്ദ്ര സർക്കാരുകളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. പിന്നെ എന്തിനാണ് ഇതിന് മുഷിഞ്ഞ ഒരു ദിവസത്തേക്ക് പോയി വോട്ട് ചെയ്യുന്നത്? 700 രൂപയുടെ കൂലി പോലും മുടക്കി അത്തരം കാര്യങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്ന അഭിപ്രായപ്പെടുന്നവരുടെ എണ്ണവും ചുരുക്കമല്ല. അങ്ങനെ ഈ വിവിധങ്ങളായ രീതിയിൽ ചിന്തിക്കുന്നവരാണ് ഈ തമിഴ്നാട് പല മേഖലയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ രാവിലെ ഈ തെങ്കാശിയിലേക്ക് എത്തുന്ന സമയം ഒരു 11 മണിയോടെയാണ് എത്തിയത്. ആ സമയം മുമ്പ് വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാരെ കാണാൻ ശ്രമിക്കുമ്പോഴെല്ലാം അവർ പറയുന്നത് ഈ സ്ഥാനാർത്ഥി പേഴ്സണലായി ഓരോരുത്തരെ കാണുന്നതിന്റെ തിരക്കിലാണ്. ഈ കൊട്ടിക്കലാശം എന്ന് പറയുന്ന രീതിയിലേക്കൊന്നും മുന്നോട്ട് പോകാൻ കഴിയില്ല. പക്ഷേ അന്നേരവും ഈ ശങ്കരമംഗലം കോവിലിലേക്ക് ഈ പ്രകടനം എത്തും, ഒരു ഘോഷയാത്ര ഉണ്ടാകും എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ മുന്നോട്ട് വെച്ചത്. പക്ഷേ അത് ഒടുവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശത്തെ തുടർന്ന് അത് മാറ്റിവെക്കുന്ന സാഹചര്യം അടക്കമുണ്ടായി. അങ്ങനെ വീട് കയറിയുള്ള പ്രചരണവും ഈ സ്ക്വാഡ് വർക്കുകളുമാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് പലതരത്തിലുള്ള ആരോപണങ്ങൾ കൂടി ഇപ്പോൾ പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പൈസ കൊടുക്കലും വാങ്ങലും അടക്കമുള്ള ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങളടക്കം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും പരസ്യ പ്രചരണം അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. ആ പരസ്യ പ്രചരണം അവസാനിച്ചു കഴിഞ്ഞാൽ ആ വോട്ടിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ഓരോ വോട്ടറെയും ഈ വോട്ടിംഗ് ബൂത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു തിടുക്കം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കാണ് രാഷ്ട്രീയ പാർട്ടികൾ കടക്കുന്നത്. കാരണം ഈ പോളിംഗ് ശതമാനം അടക്കം വലിയ കുറവാണ് തമിഴ്നാട്ടിൽ പലപ്പോഴും രേഖപ്പെടുത്താറുള്ളത്. ഇത്തവണ അത് ഉണ്ടാകരുത്. കൂടുതൽ വോട്ടർമാരെ, തങ്ങൾക്ക് അനുകൂലമായി ചിന്തിക്കുന്ന വോട്ടർമാരെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുക, വോട്ട് രേഖപ്പെടുത്തുക, തങ്ങൾക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്താനുള്ള ക്രമീകരണങ്ങൾ കൂടി ഇത്തവണ രാഷ്ട്രീയ പാർട്ടികൾ ക്രമീകരിച്ചിട്ടുണ്ട്. എന്തായാലും BJP-യുടെ നേതൃത്വത്തിൽ NDA മുന്നണിയും ഇന്ത്യ മുന്നണിയും വളരെ ശക്തമായ പോരാട്ടം തമിഴ്നാട്ടിൽ എല്ലാ ഇടത്തും കാഴ്ചവെക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അരുൺ രാജാണ് തെങ്കാശിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകി.